ക്രിസ്ത്യൻ തീവ്ര വർഗീയവാദികൾ കണ്ണ് തുറന്ന് പാലക്കാടത്തെ ഇന്നലത്തെ ആ ദൃശ്യം കാണണം. കാര്യം ഇപ്പോൾ വല്ലാത്ത കേക്ക് വിതരണവും സ്നേഹവിരുന്ന് കൊടുക്കലൊക്കെ അരങ്ങേറുന്ന സമയമാണല്ലോ. അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാലക്കാട് കഴിഞ്ഞ ദിവസം നല്ലേപ്പള്ളി ഗവൺമെൻറ് UP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘികളുടെ കുരു പൊട്ടിച്ചത്. പരസ്പരം ഇപ്പോൾ കേക്ക് വിതരണവും സ്നേഹവിരുന്നൊരുക്കലൊക്കെ അരങ്ങേറുന്നതിനിടയിൽ എന്താണ് അടുത്ത് കിടക്കുന്ന വിഷപ്പാമ്പുകളുടെ മനോഗതമെന്ന് മനസ്സിലാക്കാനുള്ള അവസരമാണ്. നിങ്ങൾ കരുതും സ്നേഹത്തിൻ്റെയും നന്മയുടെയും വിശുദ്ധന്മാരാണ് ഇങ്ങനെ വെളുക്കെ ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നതെന്ന്. അവർക്ക് ഇന്നത്തെ ആവശ്യം മറ്റൊരു ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുക. അത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗക്കാരാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളുടെ ചീട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ട്രയൽ റണ്ണാണത്. ക്രിസ്തുമസ് ആഘോഷം ഈ നാട് മതേതരമായി ആഘോഷിക്കുമ്പോൾ അവിടെ നേരെ കയറി ചെന്ന് ഈ രീതിയിൽ പ്രശ്നമുണ്ടാക്കണമെങ്കിൽ അത് പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, കാലങ്ങളായി അവരുടെ ഉള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് മനുസ്മൃതിയുടെ കാലഘട്ടം തൊട്ടുണ്ട്. പിന്നീട് ഗോൾവാൾക്കറുടെ ബെഞ്ച് ഓഫ് തോട്ട്സിലും അത് ഉൾപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ തുരത്തിയാൽ മാത്രമേ ഹിന്ദു സവർണ രാജ്യം ഇവിടെ പടുത്തുയർത്താൻ കഴിയൂ എന്നുള്ള ആശയത്തിൻ്റെ നടപ്പാക്കലാണ്. അവർക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ ബാക്കിയുള്ള മതവിഭാഗക്കാരുടെ ആഘോഷങ്ങൾ നടന്നാൽ എങ്ങനെയാകും പെട്ടെന്ന് കുരു പൊട്ടുന്നു എന്നതിൻ്റെ ദൃശ്യമാണ്. വിഷപ്പാമ്പിന് പാല് കൊടുത്ത് വളർത്തി അവസാനം അത് തന്നെ നിങ്ങളെ വിഴുങ്ങുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. നിങ്ങളുടെ തന്നെ മതത്തിൽപ്പെട്ടവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ സമാധാനപരമായി വിശ്വാസവും ആരാധനയും നിർവഹിക്കാൻ അവസരമില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ അത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ നാടിൻ്റെ എന്തോ സവിശേഷതയൊന്നുമല്ല, ഈ നാടിൻ്റെ ഭരണകൂടത്തിൻ്റെ ശക്തമായ നിലപാടാണ്. അതുകൊണ്ടാണ് ഇവിടെ അധികം വിളച്ചിലിറക്കാത്തത്. ഇനി പരസ്യമായി ഏത് വർഗീയത ഇത്തരം തെമ്മാടിത്തം കാണിച്ചാലും നടപടി എന്തായിരിക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ്. ഏത് മതവർഗീയവാദിയും സൈലൻ്റായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം പൊതു ഇടങ്ങളിലേക്ക് കടന്നു വന്നാൽ ഒരു സംശയവും വേണ്ട, അത് നിങ്ങൾ ഒക്കെ ചങ്ങായിമാരാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചാലും നടപടി ഈ ത്വരിത വേഗത്തിലുണ്ടാകും. 3 VHPക്കാരെ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട്. കുറച്ച് നക്ഷത്രക്കാൽ എണ്ണിയിട്ടേ അവനൊക്കെ പുറത്തിറങ്ങത്തുള്ളൂ. അതാണ് ഈ സർക്കാരിൻ്റെ നിലപാട്. ഇവിടെ മതേതര ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയതയ്ക്ക് വിഷമിടുന്നവരെ നേരിട്ട് തന്നെ ആക്രമിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ രീതിയിൽ സമാധാനപൂർണ്ണമായിട്ട് ഈ നാടിന് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അല്ലാതെ ഈ നാട്ടിൽ താമസിക്കുന്ന വിശാല ഹൃദയരായിട്ടുള്ള മനുഷ്യരാണെന്ന് തെറ്റിദ്ധരിച്ച് കളയരുത്. കണ്ടില്ലേ, ചിലയിടങ്ങളിൽ ഇത് കണ്ട് അൺസഹിക്കബിൾ ആകുമ്പോൾ തനിയെ അങ്ങ് പ്രവർത്തിക്കുകയാണ്. എന്താണ് കാര്യം? മനസ്സിലുള്ള വിഷമാണെന്ന് തിരിച്ചറിഞ്ഞോളൂ. അത് മനസ്സിലാക്കാതെയാണ് കേക്കും വാങ്ങി വീട്ടിൽ കയറ്റി ഇരുത്തി വീഞ്ഞും കൊടുത്ത് വിടുകയാണെങ്കിൽ നാളെ അവൻ തന്നെ അധികാരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ അടിച്ചിറക്കുന്ന കാലം വിദൂരമല്ല എന്ന് തിരിച്ചറിഞ്ഞോളൂ.